നമസ്കാരം. ഫസ്റ്റ് ലൈനാണ് ഫിനാൻഷ്യൽ ഫ്രീഡം. കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നത്. വേറെ നാട്ടിൽ എത്രയും വലിയൊരു IPO സൗദി മാർക്കറ്റിൽ വരുമ്പോൾ അതിന്റെ ഒരു വീഡിയോ ചെയ്യേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കുകയും ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുകയും ചെയ്തു, എങ്ങനെയുണ്ട് ഫ്ലൈനാസിന്റെ IPO, അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. കുറച്ച് ദിവസങ്ങളായിട്ട് അതിന്റെ പുറകെ ആയിരുന്നു. കാരണം വേറെ നാട്ടിൽ ഏതാണ്ട് 700 പേജോളമുള്ള ഒരു പ്രോസ്പെക്ടസ് ആണ് അവര് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അത് എടുത്ത് പഠിച്ച് അതിൽ നിന്നുള്ള വളരെ കുറച്ച് പോയിന്റുകൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാം. ഓക്കെ, ഫ്ലൈനാസിന്റെ IPO കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 51.26 മില്യൺ ഷെയർസ് ആണ് ഓഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് ഏതാണ്ട് 30% ആണ് ടോട്ടൽ കമ്പനിയുടെ ക്യാപിറ്റലിന്റെ. അത് വഴി ഏകദേശം 3.9 ബില്യൺ സൗദി റിയാൽ ടു അറൌണ്ട് 4.1 ബില്യൺ സൗദി റിയാലാണ് അവർ കളക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഏകദേശം $1 ബില്യൺ വരും. 1.1 ബില്യൺ $. ഓക്കെ, എന്റെ പ്രൈസ് റേഞ്ച് ഏകദേശം 76 to 80 ആണ് പെർ ഷെയർ വരുന്നത്. മെയിൻ മാർക്കറ്റിലാണ് വരുന്നത്. ഓഫർ ഡേറ്റ് 28 May 2025 ആണ്. ക്ലോസിംഗ് ഡേറ്റ് June 1 ആണ്. പ്രൈസ് റേഞ്ച് ഏകദേശം 76 to 80 സൗദി റിയാൽ പെർ ഷെയർ ആയിരിക്കും. ഓക്കെ, നമുക്ക് അതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം. എന്നോട് പറ്റാവുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ അല്ലെങ്കിൽ ഒരു കമ്പനിയെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ള ഒരു സ്റ്റഡി പർപ്പസിന് മാത്രം ഇത് ഉപയോഗിക്കുക. ഇത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്റ്റഡി നടത്തിയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. മെയിൻ ആയിട്ട് വരിക ഫ്ലൈനാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 2010 തുടങ്ങിയ ഒരു കമ്പനിയാണ്. ഏകദേശം ലീഡിംഗ് ലോ കോസ്റ്റ് കരിയർ ഒരു ഫ്ലൈറ്റ് സർവീസ് ആണ് ചെയ്യുന്നത് എൻറ്റയർ മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക. ഓക്കെ, പിന്നെ ഏകദേശം 61 എയർക്രാഫ്റ്റ് ആണ് അവർക്കുള്ളത്. ഫോർ മെയിൻ ബേസ് ആണുള്ളത്. ഒന്ന് റിയാദാണ്, ജിദ്ദയാണ്, ദമാമാണ്, മദീനയാണ്. ഓക്കെ, ഇനി അതിനെ കുറിച്ച് ഓവറോൾ പിക്ചർ എടുത്തു കഴിഞ്ഞാൽ ഫ്ലൈനാസ് ഏകദേശം 72 ഡെസ്റ്റിനേഷൻസിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഇനി അവരുടെ ഗ്രോത്ത് എടുത്താൽ 2023 ഏകദേശം 9 monthsലെ ഡാറ്റയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഏകദേശം 2024 എൻഡിലാണത് സബ്മിറ്റ് ചെയ്തത്. അപ്പോൾ ഒരു 9 monthsന്റെ കമ്പാരിസൺ ആണ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 2023 ഫസ്റ്റ് 9 monthsലെ 7.9 മില്യൺ പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് 10.9 മില്യൺ പാസഞ്ചേഴ്സിലേക്ക് 2024 ഫസ്റ്റ് 9 months പാസഞ്ചേഴ്സ് കൂടിയിട്ടുണ്ട്. അത് ഏകദേശം 37% ഗ്രോത്ത് ഉണ്ട് എന്നർത്ഥം. അതിൽ ഏകദേശം 16 ഡെസ്റ്റിനേഷൻ ഡൊമസ്റ്റിക് ആണ്, 56 ഇന്റർനാഷണൽ സർവീസ് നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോയി കഴിഞ്ഞാൽ 87% CFM ലീഡ് പവേർഡ് എഞ്ചിൻസ് ആണ് ഉപയോഗിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ കുറച്ച് വളരെ സസ്റ്റൈനബിൾ അല്ലെങ്കിൽ എന്താ പറയാ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എഞ്ചിൻ എന്നൊക്കെ പറയാവുന്നൊരു ഇതാണ് ഈ പറയുന്ന എഞ്ചിൻ. അത് ഫ്യൂവലും ഒക്കെ കുറച്ച് മതി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി അതിനെ കുറിച്ച് കൂടുതൽ ഫ്ലീറ്റ് സൈസ് ആണെങ്കിൽ 61 ആണ് 2024. ഏതാണ്ട് ഫേം ഓർഡർ ബുക്ക് ഏകദേശം 225 ആയിരുന്നു. പിന്നെ 88% ഓൺ ടൈം പെർഫോമൻസ് ഉണ്ട്. അത് നമ്മൾക്ക് 2023 കമ്പയർ ചെയ്യുമ്പോൾ 2023 83 ഉണ്ടാകുന്നത് 88% ആയിട്ട് കൂടിയിട്ടുണ്ട്. പിന്നെ അവർ ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു 62 എയർക്രാഫ്റ്റ് ആണെന്ന്. അതിൽ 30 എണ്ണം A330യും ഏകദേശം 32 ഏകദേശം 1 A320യുമാണ് അവർ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ മൊത്തത്തിലുള്ള പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റവന്യൂ ആണെങ്കിൽ 2024 7.5 ബില്യൺ ആയിരുന്നു. എബിഡ ഏകദേശം 2.2 ബില്യൺ ആണ്. നെറ്റ് പ്രോഫിറ്റ് 2024 എന്ന് പറയുന്നത് 434 മില്യൺ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഓവറോൾ ഒരു പിക്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2023 6.4 7.5 കൂടിയത്. മാർജിൻ ആയിക്കോട്ടെ 401 434 കൂടിയിരിക്കുന്നത്. ഇനി IPOന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ IPOനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 30% ഷെയർസ് ആണ് ഇഷ്യൂ എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ഏകദേശം എത്ര നമ്പർ വരുന്നുള്ളത് ഞാൻ പറഞ്ഞു. 51 മില്യൺ ഓർഡിനറി ഷെയർസ് ആണ് വരിക.
അതിനെക്കുറിച്ച് 80% കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവെസ്റ്റേഴ്സിനാണ്, ബാക്കി 20% ആണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനുള്ളത്. എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് മെയിൻ മാർക്കറ്റിലായിരിക്കും. ഓക്കെ, ടൈം ലൈൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു 28 ഓപ്പൺ ചെയ്യുന്നത്, 1 ക്ലോസ് ചെയ്യും, ഫൈനൽ അലോക്കേഷൻ 3 വരും, റീഫണ്ട് 5 വരും. റീഫണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും, ഒരുപക്ഷെ നമ്മളൊരു പക്ഷെ 10 അല്ലെങ്കിൽ ഒരു 100 ഷെയറിന് അപ്ലൈ ചെയ്താല് കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വന്നാൽ അത് പ്രോറേറ്റഡ് അനുസരിച്ചിട്ടായിരിക്കും കിട്ടുക. ഒരു മിനിമം എന്തുണ്ടാവും, അത് കഴിഞ്ഞിട്ട് ബാക്കി പ്രോറേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ ഓഫ് ട്രേഡിംഗ് അവര് ഫൈനലൈസ് ചെയ്തിട്ടില്ല. അത് നമുക്ക് അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ വരുന്നതാണ്. ഇനി ഒരു ജസ്റ്റ് ഒരു ഐഡിയക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് ആൻഡ് അണ്ടർറൈറ്റേഴ്സ് എന്ന് പറയുന്നത് BSF ക്യാപിറ്റൽ ആയിരുന്നു. ഗോൾഡ്മാൻ സാക്സും സൗദി അറേബ്യയും മോർഗൻ സ്റ്റാൻലിയുമാണ് ചെയ്തിരിക്കുന്നത്. ബുക്ക് റണ്ണേഴ്സ് എന്ന് പറയുന്നത് BSF ക്യാപിറ്റൽ ഉണ്ട്, ഗോൾഡ് സാക്സ് ഉണ്ട്, മോർഗൻ സ്റ്റാൻലി ഉണ്ട്, സിറ്റി ഗ്രൂപ്പ് ഉണ്ട്, അൾട്രാജി ഉണ്ട്, NB ക്യാപിറ്റൽ ഉണ്ട്, എമിറേറ്റ്സ് NBD ഉണ്ട്. ഓക്കെ, ഇനി ഇതിനെ ഫിനാൻഷ്യൽ ഡ്യൂ ഡിലിജൻസ് അഡ്വൈസേഴ്സ് എന്ന് പറയുന്നത് KPMG ആണ്. ഇൻഡിപെൻഡൻസ് ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത് PwC ആണ്. ഓക്കെ, ഇനി റിസീവിംഗ് ഏജന്റ്സ് എന്ന് പറയുന്നത് BSF ഉണ്ട്, അൽറാജി ഉണ്ട്, SNP ഉണ്ട്, അൽറിയാദ് ഉണ്ട്, അൽബിലാദ് ഉണ്ട്, അൽ ജസീറ ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ് സെക്യൂരിറ്റി ആൻഡ് ബ്രോക്കറേജ് കമ്പനി ഉണ്ട്, ദറിയ ഉണ്ട്, അലിഡ്മ ഉണ്ട്. ഓക്കെ, ഇവരൊക്കെ വഴി ആയിരിക്കണം കൂടുതലും ഈ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് ഇനിഷ്യൽ പ്രൈമറി ഇത് എടുക്കണമെങ്കിൽ ഇനിഷ്യൽ ഓഫർ IPO വരുന്നത് ഈ ഏജൻസിന്റെ കീഴിലായിരിക്കും. ഇനി ഇതിന്റെ മൊത്തത്തിലുള്ള ഇപ്പോഴത്തെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് എടുത്തു കഴിഞ്ഞാല് വലീദ് ബിൻ തലാൽ ആണ് ഏകദേശം 78% ഷെയർ ഹോൾഡ് ചെയ്യുന്നത്. PIF-ന് ഏകദേശം 16 to 17% ഷെയർസ് ഉണ്ട്. അതർ ഷെയർ ഹോൾഡേഴ്സ് എന്നത് 5% ആണ്. ഓക്കെ, ഇനി ഒരു ഓവറോൾ പിക്ചർ എടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പാസഞ്ചേഴ്സ് ഡാറ്റയാണത്. ഏകദേശം 6.5 മില്യൺ ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞാണ് പാസഞ്ചേഴ്സ്. അത് ഏകദേശം 39% വരും. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, ഇതൊരു സ്പ്ലിറ്റ് തന്നിരിക്കുകയാണ്. ഡൊമസ്റ്റിക് ആണെങ്കിൽ ഏകദേശം 6.5 മില്യൺ പാസഞ്ചേഴ്സ് ആണ്. അത് ഏകദേശം 39% വരും. അതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് 27% ആണ്. ആ ഗ്രോത്ത്. ഓക്കെ, UAE ആണെങ്കിൽ 1.3, 11, 101. ഈജിപ്റ്റ് 1.6, 13, 174. നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഈജിപ്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ആണെങ്കിൽ 1.6 ആണ്, 18 ആണ്, 62. പിന്നെ യൂറോപ്യൻ ഏഷ്യയിലേക്കും കുറച്ച് സർവീസുകൾ നടത്തുന്നുണ്ട്. ഏകദേശം 7 യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഏകദേശം 10 ഏഷ്യൻ രാജ്യങ്ങളിലേക്കും നടത്തുന്നുണ്ട്. അതെടുത്താൽ 1.4 ആണ്, 19% ആണ് റവന്യൂ ഗ്രോത്ത്. ആസ് ഗ്രോത്ത് എന്ന് പറയുന്നത് 243 ആണ്. ഓക്കെ, 2020. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ റിയൽ GDP-നെ കുറിച്ചുള്ള ഒരു ഏകദേശം ഐഡിയ കൊടുത്തിട്ടുണ്ട്. GDP ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം 3.5% ആണ് സൗദി അറേബ്യ പ്രതീക്ഷിക്കുന്നത്. അത് ഏകദേശം 800 ബില്യൺ വരും. ഓക്കെ, പോപ്പുലേഷൻ ആണെങ്കിൽ 33 മില്യൺ. പോപ്പുലേഷൻ ഗ്രോത്തും 3.1% ആണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇനി ഇവരുടെ സ്ട്രാറ്റജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഈ അടുത്തായിട്ട് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ജോർജിയ, അസർബൈജാൻ, ബോസ്നിയ പോലുള്ള ഇതാണ്. കാരണം നിങ്ങൾക്കറിയാലോ, അവിടേക്കാണ് കൂടുതൽ ചീപ്പായിട്ട് ആളുകൾ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾക്ക് നോക്കിയാൽ 7 റൂട്ട്സും 2 ഡെസ്റ്റിനേഷൻസും ജോർജിയയിലേക്കുണ്ട്. 4 റൂട്ട്സും 1 ഡെസ്റ്റിനേഷൻ അസർബൈജാനിലേക്കുണ്ട്. 2 റൂട്ടും 1 ഡെസ്റ്റിനേഷനും ബോസ്നിയയിലേക്കും ഉണ്ട്. പിന്നെ അഡീഷണൽ ട്രാഫിക് ഗ്രോത്തും മറ്റുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹജ്ജ് പിൽഗ്രിംസിന് വേണ്ടിയിട്ടും ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം 22 ഡെസ്റ്റിനേഷൻസ് കീ പെർഫോമൻസ് ഇതിലെടുത്തു കഴിഞ്ഞാൽ ആഫ്രിക്കൻ, സൗത്ത് ഏഷ്യയിൽ ഇതിലെടുത്താൽ 22 ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അതിൽ ഏകദേശം 1043 ഫ്ലൈറ്റ്സ് ആണ് 2023 ഇത് ചെയ്തത്. ഹാജിമാരുടെ വിസ പോലെയുള്ള കാര്യങ്ങൾ 23,000 ചെയ്തിട്ടുണ്ട്. 2023 ഫോറിൻ പിൽഗ്രിംസിന്റെ ഇതിനു വേണ്ടിയിട്ട് ഏകദേശം 1.6 മില്യൺ, നിങ്ങൾക്കറിയാലോ 1.6 മില്യൺ ആളുകളാണ് വന്നത്. അതിന്റെ 6% മാർക്കറ്റ് ഷെയർ ആർക്കായിരുന്നു? ഫ്ലൈനാസിനായിരുന്നു. ഓക്കെ, പിന്നെ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നൈജീരിയന്ന് 43,000 അങ്ങനെയുള്ള നമ്പർ ഓഫ് പിൽഗ്രിംസിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവരെ സർവീസ് ചെയ്തത്.
ഏകദേശം 19% ഗ്രോത്ത് ആണ് 2019 to 2023 ഉള്ളത്. ഇനി മൊത്തത്തിൽ ഫിനാൻഷ്യൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 2021 277 ഉണ്ടായിരുന്നത് ഓൾമോസ്റ്റ് 2022 ആയിട്ട് ഡബിൾ ആയി. അത് ഏകദേശം വീണ്ടും ഡബിൾ ആയി 2023 ആയി കഴിഞ്ഞപ്പോൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു 2024 കണക്കെടുത്താൽ ആദ്യത്തെ 9 months ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, സെപ്റ്റംബർ വരെയുള്ളത്. ആ സെപ്റ്റംബർ വരെയുള്ളത് കമ്പയർ ചെയ്യുമ്പോൾ 2023 സെപ്റ്റംബർ വരെയുള്ള കമ്പയർ ചെയ്യുമ്പോൾ 627 ഉണ്ടായിരുന്നത് 1198 ആയിട്ട് കൂടി. അങ്ങനെ ഓരോ കാര്യങ്ങളും ഓപ്പറേഷൻ പ്രോഫിറ്റ് ആയിക്കോട്ടെ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റ് ബിഫോർ സക്കാത്ത് ആയിക്കോട്ടെ, പ്രോഫിറ്റ് ഫോർ ദ ഇയർ ബൈ പീരീഡ് എടുത്താലും എല്ലാം നല്ല രീതിയിലുള്ള ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊസിഷൻ തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ മറ്റുള്ള KPIs എടുത്താലും കറണ്ട് അസറ്റ് ആണെങ്കിലും കയറി വരുന്നുണ്ട്, ടോട്ടൽ അസറ്റ് കയറി നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്താണ് വരുന്നത്. ലയബിലിറ്റി ഈ പറയുന്ന അസറ്റിന് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണ്. പിന്നെന്താണ് ക്യാഷ് ഫ്ലോസ് ആണെങ്കിലും വളരെ നല്ല ഹെൽത്തി സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി ഓരോ KPIs എടുത്താണെങ്കിലോ നമുക്ക് നോക്കിയാൽ അറിയാം, EBITDA മാർജിൻ ആണെങ്കിൽ കൂടെ ഏകദേശം 24 നിന്ന് 30% കൂടിയിട്ടുണ്ട്. റവന്യൂ ഗ്രോത്ത് ആണെങ്കിൽ നല്ല രീതിയിലുള്ള റവന്യൂ ഗ്രോത്ത് ആണ് 2024 ഉണ്ടാക്കിയത് 20%. നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിലും നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്തു 6.7 to 8.4% ആയി. ഓവറോൾ നിങ്ങൾക്ക് എല്ലാ ടെക്നിക്കൽസ് ഇത് എടുത്ത് നോക്കിയാൽ ഫണ്ടമെന്റൽസിന്റെ എല്ലാ നമ്പേഴ്സ് എടുത്ത് നോക്കിയാലും വളരെ അടിപൊളിയായി സീറ്റ് പെർ കോസ്റ്റ് കിലോമീറ്റർ എല്ലാം നല്ല രീതിയിലുള്ള ഇംപ്രൂവ്മെന്റ് കാണാൻ കഴിയുന്നുണ്ട്. ഇനി മറ്റുള്ള ഇത് സൗദി അറേബ്യനെ കുറിച്ചുള്ള ഓവറോൾ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. GDP ഗ്രോത്തും നോൺ നമ്മള് ഓയിൽ സെക്ടറിൽ നിന്ന് നോൺ ഓയിലിലേക്ക് സൗദി ഷിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ളതും ഒക്കെയുള്ള ഒരു ഡാറ്റയാണ്, നമ്മളെപ്പോഴും പ്രസന്റ് ചെയ്യാനുള്ള ഡാറ്റയാണ്. അതിൽ കൂടുതൽ സമയം കളയുന്നില്ല. പിന്നെ സൗദി അറേബ്യയുടെ മൊത്തത്തിലുള്ള പോപ്പുലേഷനെ കുറിച്ചും ഇവിടുത്തെ പൊട്ടൻഷ്യലിനെ കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് അറിയാം. നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ്. 3.3% പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ട്. അതിനൊപ്പം തന്നെ നമ്മൾ കൂടെ വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്ലോബൽ ഏവിയേഷൻ സെക്ടർ ഓവർവ്യൂ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നല്ല രീതിയിലുള്ള ഗ്രോത്ത് ആണ് ഈ സെക്ടറിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് കോവിഡ് എന്നൊക്കെ നല്ലൊരു ഡിപ്പ് വന്നു. അതിനുശേഷം നിങ്ങൾ നോക്കുക കാഗറൊക്കെ ഏകദേശം 21.3%, കാഗർ 4.9% ആയിട്ട് കൂടിയിട്ടുണ്ട്. ആ രീതിയിലാണ് ഇത് കടന്നു പോകുന്നത്. നിങ്ങൾക്ക് നോക്കി ഇതൊരു ഫോർകാസ്റ്റ് ആണ്, ഇവിടെ വരെ ആക്ച്വൽസ് ആണ്. ഓക്കെ, കാഗർ 49% ആണ് കേട്ടോ, 49%. ഗ്ലോബൽ എയർ പാസഞ്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര വേഗമാണ് ഈ പറയുന്ന ഈ സെക്ടർ ഏവിയേഷൻ സെക്ടർ ഗ്രോ ചെയ്യുന്നത്. ഇനി ആ ഗ്രോത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചിലപ്പോഴാണ് ട്രെൻഡ് മാറുന്നത് എന്നുള്ളതാണ്. LCC ലോ കോസ്റ്റ് കെയേഴ്സ് ആണോ ആണ് ഇത് ഫുൾ സർവീസും ആണ്. അത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആളുകൾ കൂടുതൽ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെറിയ ലോ കോസ്റ്റ് ഇതിലേക്ക് ആളുകൾ സ്വിച്ച് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 13% ഉണ്ടായിരുന്ന 2005 2023 ആയപ്പോഴേക്കും 32% ആയിട്ട് കൂടി. ഓക്കെ, സോ അതായത് നല്ല രീതിയിലുള്ള ഒരു സ്വിച്ച് ഈ ലോ കോസ്റ്റ് കരിയറിലേക്ക് ആളുകൾ സ്വിച്ച് ചെയ്യുന്നുണ്ട്. ലോ കോസ്റ്റ് ഫ്ലൈറ്റിലേക്ക് ആളുകൾ സ്വിച്ച് ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഇവിടെ കാണാനും കഴിയും. നിങ്ങൾക്ക് ഓവറോൾ ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ ഇത് എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് സൈസ് നിങ്ങൾക്കറിയാം 353.54 ബില്യൺ ആണ് 2025. അത് ഏകദേശം 2023 ആവുമ്പോഴേക്കും 395 ആവും എന്നാണ് പറയുന്നത്. കാഗർ 2.87 ആയിരിക്കും. അങ്ങനെയുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു ഡിമാൻഡാണ് ഈ ഇവിടെ പറഞ്ഞു പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇവരുടെ മെയിൻ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് റിപ്പയർ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ എക്യുപ്മെന്റ്സ്, മോട്ടോർ ഇതുണ്ട്, എയർ ട്രാൻസ്പോർട്ട് ഉണ്ട്, കാർഗോ ഹാൻഡ്ലിംഗ് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഫൈനാൻസ് ചെയ്യുന്നുണ്ട്. ഇനി ഡൊമസ്റ്റിക് എയർലൈൻസിന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇവിടെ സൗദി ഉണ്ട്, റിയാദ് എയർ ഉണ്ട്, ഫ്ലൈനാസ് ഉണ്ട്, ഫ്ലൈ ഡീൽ ഉണ്ട്. ഓക്കെ, ഇവിടേക്ക് എത്രയൊക്കെയാണ് അവർ മാനേജ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് അവർ, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് 144 ആണ് സൗദി എയർലൈൻസിനുള്ളത്. റിയാദ് എയറിൽ നിങ്ങൾക്കറിയാതെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഫ്ലൈനാസിനാണെങ്കിൽ 58 ഉണ്ട്, ഫ്ലൈനാസ് ഫ്ലൈ ഡീൽ 32. ഓക്കെ, അതാണ് ഒരു ഓവറോൾ പിക്ചർ. ഏകദേശം 1945 തുടങ്ങിയാണ് സൗദി എയർലൈൻസ്. റിയാദ് എയർ 2023, 2007 ഫ്ലൈനാസ് വന്നത്, 2016 ഫ്ലൈ ഡീൽ വന്നത്.
ഇനി ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം സൗദി അറേബ്യയിലെ മൊത്തത്തിലുള്ള GCC എയർ പാസഞ്ചേഴ്സിന്റെ ഹിസ്റ്ററി ബൈ കൺട്രി ആണ്. നമുക്കറിയാം അറിയാവുന്നതുപോലെ UAE ആണ് നമ്പർ 1. അത് കഴിഞ്ഞ് വരുന്നത് സൗദി അറേബ്യ ആണ്. അത് ഏകദേശം 2018 to 2023 വരെയുള്ള ഡാറ്റ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. സൗദി അറേബ്യ ഏകദേശം നല്ല രീതിയിൽ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഏകദേശം 73 and 75 ആയി. കോവിഡ് കാലഘട്ടത്തിൽ അത് കുറഞ്ഞു, പിന്നെ 62 ആയി, ഇപ്പോ 81 ആണ്. ഓക്കെ, ഇനി മൊത്തത്തിൽ ഈ പറയുന്ന ലോ കോസ്റ്റ് ഫ്ലൈറ്റിന്റെ ഇതെടുത്തു കഴിഞ്ഞാലും സൗദി അറേബ്യയുടെ ഇത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. ഓക്കെ, സൗദി അറേബ്യയുടെ സ്ഥാനത്ത് ഇതിലാണെന്നുള്ളത്. ഇന്ത്യ, സ്പെയിൻ, ഇറ്റലി, യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ചൈനയൊക്കെ കഴിഞ്ഞാൽ സൗദി അറേബ്യ, കുവൈറ്റ് കഴിഞ്ഞാൽ അതിന് തൊട്ട് താഴെയായിട്ടുണ്ട്. കിങ്ഡം, ഇത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ കിങ്ഡം സൗദി അറേബ്യ പാസഞ്ചേഴ്സിന്റെ ഹിസ്റ്ററി ആണ്. അതും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ 39% മാർക്കറ്റ് ഷെയർ ഓൾറെഡി LCC പിടിച്ചു കഴിഞ്ഞു. 61 ആണ്. ഏകദേശം 80-20 ഉണ്ടായിരുന്നതാണ് ഇപ്പോ ഏകദേശം 60-40 ആയിട്ട് മാറിയിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ഗ്രോത്ത് ഈ പറയുന്ന LCCയിൽ ഉണ്ടാവുന്നുണ്ട്. ഇനി ഞങ്ങൾ നേരത്തെ പറഞ്ഞോണം തന്നെ ഇതിന്റെ ടൈമിംഗ് നിങ്ങൾക്കറിയാം. 28-നാണ് തുടങ്ങുന്നത്. ഫസ്റ്റിന് ക്ലോസ് ചെയ്യും, 3rd-ന് അലോട്ട്മെന്റ് വരും, റീഫണ്ട് 5th-ന് വരും. ഓക്കെ, ലിസ്റ്റിംഗ് ഡേറ്റ് വഴിയെ പറയുന്നതാണ്. ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ. മറ്റുള്ള വീഡിയോ ആയിട്ട് വരുന്നതുവരെ നമുക്ക് കാണാം. നമസ്കാരം.